നമ്മുടെ കേരളത്തിലെ മീഡിയയും പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും നല്ല രീതിയിൽ രാഹുൽ ഗാന്ധി കേട്ടി പുട്ടിയടിക്കുന്നുണ്ട്. എത്ര പുട്ടിയടിച്ചിട്ടും അങ്ങോട്ട് മെനയാത്തൊരവസ്ഥയാണ് രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേരളത്തിലെ മീഡിയ കൊടുത്ത കുറച്ച് തലക്കെട്ടുകളുണ്ട്. തീപ്പൊരിയായ രാഹുൽ ഗാന്ധി പ്രതിപക്ഷമായ അയാൾ ജ്വലിച്ചു, പ്രതിപക്ഷ നേതാവിന്റെ കിരീടധാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വലിയ രീതിയിൽ വാർത്തയെ കൊടുത്തു. എന്താണ് നിലവിലെ അവസ്ഥ എന്ന് ഇവർ മിണ്ടുന്നില്ല. ഇപ്പൊ പാർട്ടിക്കാരൊക്കെ എഴുതി കൊടുക്കുന്നത് പ്രോപ്പറായിട്ടൊന്ന് സ്റ്റഡി ചെയ്യാതെ, ഒന്ന് വെരിഫൈ ചെയ്യാതെ, കുത്തും കോമയിടാതെ പാർലമെന്റ് വായിക്കുന്ന ഒരാളായിട്ടാണ് രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നത്. വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് സഹായങ്ങൾ ലഭിച്ചില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. സഹായം കൊടുത്തു എന്ന് ഇന്ത്യൻ ആർമി പറയുന്നു. അവർ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, വ്യാജ പ്രചാരണത്തിൽ വീടെടുത്ത് എന്ന് കരസേന. അതായത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വ്യാജനെന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ കരസേന തന്നെ വിളിക്കുന്നൊരവസ്ഥ. വ്യാജ പ്രചരണങ്ങൾ നടത്തരുത്, സാമ്പത്തിക സഹായം ലഭിച്ചു കഴിഞ്ഞു, ആ കുടുംബവും പറയുന്നു ലഭിച്ചു എന്ന്. ഇതൊന്നും കേരളത്തിലെ മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ നാഷണൽ ലെവലിൽ മുൻ സൈനികരെയൊക്കെ പൊറോട്ട അടിക്കുന്ന പോലെ രാഹുൽ ഗാന്ധി എടുത്തിട്ട്